ബഹുമാന്യ മന്ത്രി സിദ്ദീഖ് സാഹിബ് ഉണ്ടല്ലോ അവിടെ. പിന്നെ അതുപോലെ ഒരു മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനങ്ങളൊക്കെ നമുക്കറിയാലോ, എനിക്ക് 2 പേരും കിട്ടാനുണ്ട്. നമ്മൾ ഇനി എങ്ങനെയാണത് മുന്നോട്ട് പോകേണ്ടത്? അവിടെ നമുക്ക് ഏറ്റവും വലിയ ടെൻഷന് അവിടെ കൂട്ടിയിട്ട മണ്ണം കൂടിയാണ്. അത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് കൊല്ലം ഇതിനായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, അത് സ്റ്റേബിളാണെന്നാണ് അവർ പറയുന്നത്. അല്ല, അത് പക്ഷേ വലിയ അപകടം ഉണ്ടാക്കില്ലേ? അതന്നെ നമുക്കൊക്കെ ആശങ്കയുണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അവർ എടുത്താൽ അതിനേക്കാൾ വലിയ അപകടം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് അവരോട് തന്നെ ചോദിക്കുന്നത്. സിദ്ദീഖ് മന്ത്രി വളരെ വിശദമായിട്ട് ഇപ്പം എൻ്റെ മുമ്പ് തന്നെ അവരുമായിട്ട് സംസാരിച്ചു. മിനിസ്റ്റർ 2 കാര്യം വരുന്നുണ്ട്. ഒന്ന്, മണ്ണ് നീക്കം ചെയ്യാത്തതാണ് അപകടത്തിന് കാരണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ എന്താണ് നിങ്ങളെ മറിച്ചും പറയുന്നത്? ഇപ്പോൾ 2 വാദങ്ങൾ ഒരുപോലെ നിൽക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഒരു കൃത്യത ഇല്ലാത്ത എന്താണ്? 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇപ്പോൾ ജൂൺ മാസത്തിലാണ് നമ്മൾ ഇതിൻ്റെ മനസ്സിലാക്കി 10-ാം തീയതി മീറ്റിംഗ് കൂടി. അതിൻ്റെ കൂടി ഞാനൊരു മന്ത്രി നിലക്കുന്ന ഈ വയനാടിൻ്റെ സാഹചര്യം അറിയുന്ന ഒരു വ്യക്തി നിലക്കാണ് ഞാൻ മീറ്റിംഗ്. അത് കഴിഞ്ഞ് 25-ാം തീയതി വന്നു, സെക്രട്ടറിമാർ വന്നു, ചീഫ് എഞ്ചിനീയർ വന്നു, ഒക്കെ പരിശോധിച്ചു, പൊങ്ങണ്ടാഴ് കൂട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജൂലൈ 1-ാം തീയതി മീറ്റിങ്ങിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വയനാടാണ് സാഹചര്യം വളരെ അപകടകരമാണ്, അത് ശ്രദ്ധിക്കണം, അതുകൊണ്ട് ആ മണ്ണിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം തന്നെ പറഞ്ഞു. അവർ വന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറഞ്ഞു. അന്നാണ് നമ്മൾ കണിശമായിട്ട് പറഞ്ഞത് പ്രവൃത്തി നിർത്തി വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവൃത്തി നിർത്തിവെച്ചത്. ഇനി എന്താണെന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു വിദഗ്ധ സമിതിയെ വെച്ച് എല്ലാ ഭാഗത്തും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ EPC കോൺട്രാക്ട് ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടോ, എൻവയോൺമെൻറ്റ് കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ഇവർ പാലിച്ചിട്ടുണ്ടോ, അതിൽ വൈകേഷൻ വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് വരും. അതാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഈ മണ്ണ് കൂടി കിടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല. ഞാൻ ഈ യോഗത്തിന് ശേഷം അതൊക്കെ തെറ്റിദ്ധാരണ. ഞാൻ നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. ആകെ ഞാൻ മന്ത്രി അതിനേശം വന്നത് ഒരാളിനെ പറ്റി മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോയി. നിങ്ങൾ എല്ലാം കൂടി കണ്ട് അറിയിക്കണ്ടല്ലേ? ഞാനൊന്ന് പറയണം, അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കും. ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും സത്യം ഉണ്ടോന്നില്ല. നമ്മുടെ മീനാക്ഷി പുഴയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന അതിൻ്റെ അവിടേക്ക് വന്നിരിക്കുന്ന മണ്ണും കല്ലും അത് നീക്കം ചെയ്യണം. റോഡ് സൈഡിൽ ഇട്ടതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. അതിനുള്ള മെക്കാനിസം എടുക്കും. ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ബോഡി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിയുന്നതോടുകൂടി ആ വർക്ക് നിന്ന് ബാക്കിയുള്ള വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് അത് തൊഴിൽക്കാരുൾപ്പെടെയുള്ളവർ പറയുന്നവർ